അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു വലിയൊരു ഡ്രീം, ഒരു ഹോമാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഹോം ടൂർ ആണ്. ഇത്രയും വർഷത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് അപ്പൊ ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂവിലാണ് ഞാൻ നിൽക്കുന്നത്. ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങളിപ്പോ കാണുന്നത്, ഫ്രണ്ട് പോർഷനിലാണ്. എന്താ പറയാ, ഒരു നമ്മൾ ജാനുവരിയിലാണ് കല്ലിടുന്നത് ഈ വീടിന്റെ. നമ്മുടെ ഡ്രീം ഹോമാണ്, ഡ്രീം ഹോം കം ട്രൂ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയാൻ പറ്റുക. പക്ഷെ ഒരു മിറക്കിളാണ് ജാനുവരിയിൽ കല്ലിടുക. ഡിസംബർ 20-ാം തീയതി, അതായത് ഈ വർഷം ഡിസംബർ 20-ാം തീയതി ഒരേ വർഷം തന്നെ നമുക്ക് കല്ലിട്ട് ആ വർഷം എൻഡോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് താമസം മാറാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു മിറക്കിളാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാരൻസ്, അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രയേഴ്സ്, ഇതെല്ലാം കൊണ്ടിട്ടാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. സോ എനിക്ക് ഈ ഒരു ഹോം ടൂർ കാണിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സോ ഹോപ്പ് യു എൻജോയ്. നമുക്ക് അകത്തേക്ക് പോയി ബാക്കിയുള്ള എല്ലാം, എന്താ പറയുക, ഹോം ടൂർ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹോം ടൂർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അകത്ത് എന്താ ഉള്ളത്, നമ്മൾ എന്താണ് ഇന്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പൊ നമ്മുടെ വീടിന്റെ അകത്തേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായി നമ്മുടെ സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണ്. അതുപോലെ വീടിനകം നമ്മൾ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ടൈൽ കൊണ്ടാണ്. ഇത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്ലിപ്പറി കുറവായിരിക്കും. നമുക്ക് സ്ലിപ്പറിൽ തന്നെ അമലയുടെ നിർബന്ധപ്രകാരം ചെറിയൊരു ഐഡിയ ആണ്, അവളുടെ നല്ലൊരു രസമുണ്ട്. ഇവിടെ കലാത്തിയ ഉണ്ട്, നമ്മുടെ ചെറിയ പ്ലാന്റ്സ് ആണ്. കലാത്തിയ ഉണ്ട്, ചെറിയൊരു ഗാർഡനിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ വീടിനൊരു ജസ്റ്റ് ഒരു പുതിയൊരു ഇന്നോവേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. സോ ഈ വീടാണ് നമുക്ക് ഏറ്റവും വലിയ ഡ്രീം, ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഇയർ എൻഡ് ചെയ്തതും അതുപോലെ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇന്ന് ജാനുവരി 1, 2026 ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സോ നമ്മുടെ ഹോം ടൂർ കാണിക്കാൻ പോവാണ്. സോ വെൽക്കം ഹോം. ആദ്യമേ തന്നെ നമ്മളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റും അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ നമ്മൾ കുറച്ച് കബോർഡും പിന്നെ സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്, ഈ ഒരു ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് മുഴുവൻ നമ്മുടെ ഷാനിനുള്ളതാണ്, എൻ്റെ ഹസ്ബൻഡിനുള്ളതാണ്. ആളാണ് രാത്രിയൊക്കെ ഇരുന്ന് ഇത് മൊത്തം ചെയ്തതും പെയിന്റിംഗ് ഒക്കെ. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ലൈറ്റൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. കുറേ സാധനങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർണർ സോഫയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രേയും ബ്ലാക്കും വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ കളർ തീമുമായിട്ട് ഒരു മാച്ചായി പോകുന്ന രീതിയിലുള്ള കളർ നമുക്ക് കിട്ടി. അതുപോലെ നമ്മളൊരു പ്ലാന്റും പിന്നെ കർട്ടൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വാളിൽ ഒരു ഫ്രെയിമൊക്കെ വെച്ചു. പിന്നെ അവിടെ കുറച്ച് ഹാങ്ങിങ് ചെയ്ത് ഹസ്ബൻഡിന്റെ ഐഡിയ ആണ്, ഷാനാണ് ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റീരിയർ ഡിസൈനർമാരും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന കബോർഡ് ബോക്സ് ഒക്കെ നമ്മൾ പുറത്തുനിന്നാണെങ്കിലും ബാക്കി നമ്മളുടെ ഐഡിയ ആണ്. ഒരു ഡിസൈനറിന്റെ ഒരു ഡ്രോയിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ഐഡിയ ആണ് ഈ ഒരു വീട്. നമ്മളുടെ ഫുൾ ഐഡിയ, നമ്മളുടെ ഡ്രീമാണ് ഈ വീട്, അങ്ങനെ പറയാം. അതുപോലെ നമ്മുടെ പാരന്റ്സ്, നമ്മുടെ പപ്പന്മാര്, അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഐഡിയ, എന്റെയും ഐഡിയാസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇത് മിക്സിംഗ് ആയിട്ടുള്ള ഒരു വീടാണെന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ കുറെ ഐറ്റംസ്, ഇന്റീരിയറിൽ വന്നിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ലൈറ്റ്സ് ആയിക്കോട്ടെ, നമ്മൾ പ്ലാന്റ്സും അതുപോലെ തന്നെ എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതെല്ലാം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള കുറെ, ആമസോൺ ഇങ്ങനെയുള്ള കുറെ മീഡിയത്തിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ കുറെ കൂടെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഓൺ ഡ്രീമില് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി ഓൺലൈനിൽ. എനിക്കൊരു സജഷൻ ആണ്, ഓൺലൈനിൽ നമുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബഡ്ജറ്റ് വ്യത്യാസം വരാറുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഡോർ തുറന്ന് കാണുന്നത് നമ്മുടെ പ്രെയർ ഏരിയ ആണ്. പ്രെയർ ഏരിയ ഒരു പ്രത്യേകത ഉണ്ട്, കാരണം നമ്മളുടെ ഷാജിപ്പപ്പയാണ് ഈ ഒരു പ്രെയർ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആള് തന്നെ സിമെന്റിൽ
ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഡിസൈനറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നല്ല ഭംഗിയാക്കി തന്നു. അതുപോലെ നമ്മുടെ രൂപങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ എറണാകുളത്ത് നിന്നാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ആഗ്രഹത്തിൽ മനസ്സിൽ വിചാരിച്ച പോലെയുള്ള രൂപം കിട്ടുകയൊക്കെ ചെയ്തു. അതുപോലെ ഈ കാണുന്ന താഴത്തെ ഈ ഒരു അന്ത്യത്താഴത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ അത് പപ്പയുടെ ഐഡിയയിൽ വെച്ചതാണ്. സോ ഇത് മൊത്തവും എന്താ പറയാ ഇത്രയും ഭംഗിയാക്കി തീർത്തത്, ഈ വീട് മുഴുവൻ ഭംഗിയാക്കി തീർത്തത് ഷാജി പപ്പയും പിന്നെ എൻ്റെ പപ്പയും തങ്കു പപ്പയും എല്ലാവരും കൂടിയിട്ടാണ്. അത് കൂടാതെ ഇതിന് മെയിൻ ക്രെഡിറ്റ് ഷാജി പപ്പയ്ക്ക് ഉള്ളത് തന്നെയാണ്, കാരണം ഇത്രയും ഭംഗിയാക്കി തന്നത്. പെയിന്റിങ് ചെയ്തത് ഷാനായിരുന്നു. പെയിന്റിങ് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്തത്. നമ്മൾ പെയിന്റിങ്ങിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു ഫൈനൽ ഈ ഒരു ലുക്ക് കിട്ടിയതും ആളുടെ ഐഡിയ തന്നെയാണ്. നമ്മളുടെ ഈ ഈശോന്റെയും അതുപോലെ തന്നെ മാതാവിന്റെയും ഔസപിതാവിന്റെയും ഒക്കെ രൂപങ്ങൾ ഞാൻ പറഞ്ഞു എറണാകുളത്ത് നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. ഷോപ്പിൽ പോയിട്ട് വൈറ്റും ഗോൾഡും കൂടിയിട്ടുള്ള ഒരു തീമാണ്. കാരണം നമ്മൾ ഗ്രേ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വൈറ്റും ഒരു ഗോൾഡൻ ടച്ച് കൂടെ വന്നു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ഇന്റീരിയർ ഡിസൈനറോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ നമ്മളുടെ മൈൻഡിൽ വന്ന ഒരു കാര്യം നമ്മൾ അത് എന്താ പറയുക ഔട്ട്പുട്ട് കാണാനായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്ത ഒരു വർക്കാണിത്. അടുത്തതായിട്ട് എൻ്റെ ഒരു ആഗ്രഹത്തിന്, എൻ്റെ കൊച്ചാഗ്രഹത്തിന് എനിക്ക് ഷാജിപ്പപ്പ ചെയ്തു തന്ന ഒരു വർക്കാണ്. ഷാജിപ്പപ്പയുണ്ട് തങ്കപ്പപ്പയുണ്ട്, രണ്ടുപേരുടെ. തങ്കപ്പപ്പ ഇലക്ട്രീഷ്യനാണ്, ഷാജിപ്പപ്പയാണ് കോൺട്രാക്ടറാണ്. അപ്പൊ ഇതെല്ലാം ചെയ്തു തരുന്നതിന് അവർക്ക് ബെസ്റ്റ് ഒരു എന്താ പറയാ താങ്ക്സ് ആണ്. ഇത് ഞാൻ ആദ്യമേ തന്നെ ഒരു പെട്ടി പോലെ പണിതിട്ടതാണ്. ഇതിൽ എന്ത് ചെയ്യും എന്നുള്ള എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിൽ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കണ്ടതുപോലെ ഞാൻ ചെയ്യിപ്പിച്ചതാണ്. പ്ലാൻസ് ഒക്കെ നമ്മൾ ഓൺലൈൻ മേടിച്ചു. ഇതിന്റെ അകത്ത് നമ്മൾ സ്റ്റോണൊക്കെ കൊടുത്തു. എന്നിട്ട് ഇവിടെ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു ഏരിയ ലൈറ്റ് ഒക്കെ സെറ്റിങ്സ് ചെയ്തിട്ട് നമ്മളൊരു ഏരിയ ക്രിയേറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ആഗ്രഹിച്ച് ചെയ്തത്. പിന്നെ വരുന്നത് ഇതെല്ലാം ഒരു സ്റ്റോറേജ് ഏരിയ ആണ്. ഇതെല്ലാം സ്റ്റോറേജ് ഏരിയ ആണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ നമ്മൾ യൂട്ടിലൈസ് ചെയ്തതാണ്. പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റെയർ ഏരിയ ആണ്. ഇത് സ്റ്റെയർ ഇങ്ങനെ വന്നിട്ട് നമുക്ക് മുകളിലേക്കുള്ളതും പിന്നെ മുകളിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഹോൾസും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ഫർഗോള വർക്ക്. പിന്നെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ലൈറ്റ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ നോക്കി നമ്മൾ കുറച്ച് ബോക്സിനകത്ത് ലൈറ്റും പിന്നെ അതിനകത്ത് കുറച്ച് ഭംഗിയുള്ള ഫ്ലവേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്റീരിയറിനകത്ത് ഇല്ല. അതായത് നമ്മുടെ ഐഡിയയിലില്ല. നമ്മുടെ ഇന്റീരിയർ എന്ന് ഉദ്ദേശിക്കുന്ന ഐഡിയ ആണ്, വേറെ ആരും വരച്ചതല്ലല്ലോ. അപ്പോൾ ആ ഒരു ബോക്സ് ഷാജിപ്പപ്പയുടെ ഐഡിയയിൽ ഷാജിപ്പപ്പ വെച്ചതാണ്. നമ്മൾ വന്ന് കാണുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് ബോക്സസ്. അപ്പൊ ഇതിനകത്ത് എന്ത് വെക്കും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ പപ്പ തന്നെയാണ്, ഷാജിപ്പപ്പ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസ് വെക്കാം, ഫ്ലവേഴ്സ് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെക്കാം എന്നുള്ളത്. അങ്ങനത്തെ ഐഡിയയിലാണ് ഇതിങ്ങനെ ഇത്രയും ഭംഗിയാക്കി നമ്മുടെ ആ ഒരു വോള്, നമ്മുടെ ഈ ഒരു സ്റ്റെയർ വോള് ഇത്രയും ഭംഗിയാക്കിയത്. അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ഇതിൽ കുറച്ച് ടെക്സ്ചർ വർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ഗ്രേ ടെക്സ്ചർ വർക്കും പിന്നെ ഒരു സിൽവർ ലൈൻസും ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഈ ടെക്സ്ചർ വർക്ക് ഫുള്ള് ചെയ്തത് ഷാനാണ്, എന്റെ ഹസ്ബൻഡാണ്. 2 ദിവസവും രാത്രി പകലില്ലാതെ ആള് കൈകൊണ്ട് ചെയ്ത സ്വന്തം വർക്കാണ്. അത് ഓൺലൈൻ റെഫർ ചെയ്തിരുന്നു. അതല്ലാതെ ഗൂഗിളിൽ വഴി നമ്മള് പിൻട്രസ്റ്റും അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടാണ്. യൂട്യൂബ് ഗുരുവാണെന്നാണ് ആള് പറയുന്നത്. അപ്പൊ യൂട്യൂബ് നോക്കി ചെയ്തതാണ്. അതിൽ കുറച്ച് എന്താ പറയാ, നമ്മള് എല്ലാ വർക്കിന്റെ ഇടയിൽ ഒരാളുടെ കൈ ഉണ്ടാവുമല്ലോ, അതുപോലെ എന്റെ കൈയായിട്ട് ചില അവരുടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ ആ ഒരു വോൾ ലൈക്ക് സ്റ്റെയർ വോള് നമ്മൾ ഇത്രയും ഭംഗിയാക്കാനായിട്ട് ഫുൾ എന്താ പറയാ വോളിന്റെ ടെക്സ്ചർ വർക്ക് മൊത്തവും ഹസ്ബൻഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ടി വി യൂണിറ്റിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞു, നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡും അതുപോലെ തന്നെ കുറച്ച് സ്റ്റാൻഡും ചെയ്തിട്ടുണ്ട്. അതുപോലെ കിച്ചൺ കബോർഡും ഈ അലുമിനിയം ഫാബ്രിക്കേഷന്റെ ടീമിനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. പള്ളൂരുത്തിയിലുള്ള ടീമാണ്. അപ്പൊ അവരുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പേഴ്സണലായിട്ട് നമ്പർ ഷെയർ ചെയ്യാം. നല്ല അഫോർഡബിൾ റേറ്റിലാണ്. കാരണം അലുമിനിയം ഫാബ്രിക്കേഷന് നല്ലൊരു എമൗണ്ട് ആവും, പക്ഷെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ നമുക്ക് ചെയ്തു തന്നു. അത് തന്നെയാണ് നമുക്ക് ഹൈലൈറ്റ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രൂപക്കൂടിന്റെ താഴെ നമ്മൾ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ്, അതുപോലെ അപ്പുറത്തെ ഒരു സ്റ്റോറേജ് നമ്മൾ വെച്ചിട്ടുണ്ട്. സെന്ററിലായിട്ട് നമുക്ക് ആ ഒരു അന്തിത്താഴത്തിന്റെ ഇത് കാണാൻ വേണ്ടി ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതും തുറക്കാൻ പറ്റുന്ന ഡോറാണ്. അടുത്തത് ഇതും കിച്ചൺ കബോർഡാണ് കാണുന്നത്. ഇതും നമ്മൾ ആ ഒരു പള്ളിയുടുത്തി ടീമാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. ഡ്രോയേഴ്സും അതുപോലെ തന്നെ കബോർഡ്സും ആണ് ഉള്ളത്. അതുപോലെ ടോപ്പിലും
കബോർഡ്സ് വർക്ക് വരുന്നുണ്ട്. നമുക്കിങ്ങനെ ഇവിടെ കത്തികളും അതുപോലെ നൈഫ്, സ്പൂൺ ഇതെല്ലാം ഐറ്റംസ് വെക്കാനും പാത്രങ്ങളൊക്കെ വെക്കാനും ഒക്കെയാണ് നമ്മൾ സെറ്റിലായി വരുന്നുള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പിന്നെ മുകളിലാണെങ്കിലും നമുക്ക് കബേർഡ്സ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുകളിലാണെങ്കിലും നമുക്ക് കബേർഡ്സ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായിട്ട് നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു വീട്ടില് നമുക്ക് താഴത്തെ ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ, ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഗുഡ് വൈബ്സ്, പിന്നെ ബട്ടർഫ്ലൈ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മളിത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ പ്ലേസ് ചെയ്യാനൊക്കെ വേറെ മതിലും ഫിക്സ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മതിലാണിത്. അപ്പൊ നമ്മൾ അവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ മൂവിങ് ഓൺ ടു നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം. ഞങ്ങളുടെ കുഞ്ഞ് സ്വർഗം, മൊത്തം സ്വർഗമാണ്, എന്നാലും ഇത് ഞങ്ങളുടെ കുഞ്ഞ് സ്വർഗം തന്നെയാണ്. ഇവിടെ സെന്ററിലായിട്ട് ഏകദേശം കുറച്ച് ഇതായിട്ട് നമ്മൾ ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ ചെയർ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു സെറ്റിൽ ആവുന്നതേ ഉള്ളൂ നമ്മള്. അപ്പൊ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഇനിയുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് കബേർഡ്സ് ആണ്. ഇത് നമ്മൾ ഈ കട്ടിലിന്റെ കൂടെ തന്നെ, ബെഡിന്റെ കൂടെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. കോംബോ ആയിട്ട് നമുക്ക് കിട്ടിയതായിരുന്നു. അപ്പൊ ഇതില് നമുക്ക് മൂന്ന് ഡോർസ് ഉണ്ട്. പിന്നെ ബാക്കി ഡ്രോയേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഒരു ലോങ് മിററുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ പഴയ അലമാര, നമ്മുടെ സ്വന്തം അലമാര ബാത്റൂമാണ്. ബാത്റൂം നമ്മൾ ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബാത്റൂമാണ് വരുന്നത്. നമ്മൾ വെച്ചിരിക്കുന്നത് വാൾ മൗണ്ട് ബാത്റൂമാണ്. വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റും പിന്നെ അതിന് വന്നിരിക്കുന്ന ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നേരെ പോകുന്നത് നമ്മൾ ഡൈനിങ് ഏരിയയിലൊക്കെയാണ്. സോ ഡൈനിങ് ഏരിയയിൽ കാണാം. ഡൈനിങ് ഏരിയയിൽ നമ്മളൊരു 6 ചെയർസിന്റെ ഒരു ഡൈനിങ് ടേബിൾ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ആണ്. അതും നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്തതാണിത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വാഷ് ഏരിയ ആണ്. അവിടെ നമ്മൾ കലാത്തിയ, ഇതും ഓൺലൈനായിട്ട് നമ്മൾ മേടിച്ചതാണ്. കലാത്തിയ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓൺലൈനിലേക്ക് മേടിച്ചതാണ്. ഈ കുറച്ച് ലീഫൊക്കെ ഇതും നമ്മൾ സെറ്റ് ചെയ്തു ആ ഒരു ഐഡിയ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഗ്രീൻ തീം ആയതുകൊണ്ട് ഗ്രീൻ ടവലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബേർഡ് വരുന്നുണ്ട്. ഈ കബേർഡും നമ്മൾ പള്ളുകൊടുത്ത ടീമാണ് ചെയ്തത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ ടീമാണ്. ഇവിടെ നമ്മൾ കുറച്ച് ക്ലീനിങ് ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ ഒരു ഹൈലൈറ്റ്, ഇവിടെ വോളിൽ നല്ല പ്ലെയിൻ ആയിട്ട് കിടന്നു. സോ നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു ഇലയുടെ ഒരു വർക്ക്, ഒരു ആർട്ട് വർക്ക് അത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ശരിക്കും നമ്മൾ ആഗ്രഹിച്ചു ഓപ്പൺ ഏരിയ, നല്ല കാറ്റും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തതാണ് ഈ ഒരു. ഇത് ശരിക്കും പറഞ്ഞാൽ കോട്ടയാട് ആക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പാറ്റിയോ പോലെ. പക്ഷെ ഇത് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. സോ സ്ലൈഡിംഗ് ഗ്ലാസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ഫുള്ളായിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പിന്നീടത്തേക്കായിരിക്കും ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കാറ്റാണ് ഇവിടുന്ന്. സോ നമ്മുടെ ഈ ഒരു കോട്ടയാടിന്റെ ഡോറിന് ശേഷം നമ്മൾ വരുന്നത് നമ്മുടെ ഏറ്റവും ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു വർക്കാണ് ഓപ്പൺ കിച്ചന്റെ ഏരിയ ആണ്. ഓപ്പൺ കിച്ചന്റെ അവിടെ നമ്മളൊരു ചെറിയ മീനിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എവയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം എവയ്ക്ക് അത് നോക്കി ഇവിടെ ഇരുന്ന് അവളാണ് ഇതിന് ഫുഡൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു വുഡിന്റെ ജസ്റ്റ് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡ് പോലെ ക്ലോസ്ഡ് അല്ല, ഓപ്പൺ കബോർഡാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് കുറെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെറുതെ ബ്ലാങ്ക് ആക്കി ഇടാതിരിക്കാൻ വേണ്ടി കുറച്ച് ലീഫും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈ ചെയർ ഇട്ടിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ഹൈ ചെയർ പർച്ചേസ് ചെയ്തിട്ടില്ല. പകരം നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മളൊരു കൗണ്ടർ ടേബിൾ പോലെ ആക്കിയിട്ട് കുറച്ച് ലൈറ്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തത് ഷോപ്പിംഗ് ആണ്. ഈ ലൈറ്റ്സ് മാത്രം നമ്മൾ ഷോപ്പിംഗ് ആണ് പർച്ചേസ് ചെയ്തത്. ചില ലൈറ്റ്സ് ഒക്കെ ഷോപ്പിംഗും ബാക്കി നമ്മളെല്ലാം ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു കൗണ്ടർ ടേബിൾ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ബാർ കൗണ്ടർ എന്നൊക്കെ പേര് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ ബ്ലാങ്ക് ആയിരുന്നു. ഈ കാണുന്ന ഏരിയ വെറുതെ വൈറ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് വേറെ ഒന്നും എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. ഐഡിയാസ് ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത് ഷാനാണ്, എൻ്റെ ഹസ്ബൻഡാണ്.
അപ്പോൾ ആളാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ. ഞാനൊരു ദിവസം സൈറ്റിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സർപ്രൈസ് ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ, ഇങ്ങനെ ഇത്രയും ഭംഗിയാക്കി വെച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ ടെക്സ്റ്റ് വർക്ക് ചെയ്തു. പിന്നെ ഇത് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നതൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന റൗണ്ട് റിങ്സ് ആണ്. ഇതൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇത് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒലിവ് ഗ്രീൻ്റെ ഒരു പെയിന്റ് അടിച്ചു കഴിഞ്ഞപ്പം നമുക്കിത് മാച്ചിങ് ആയിട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ. സോ നമ്മൾ ഈ ഒരു കൗണ്ടർ ടേബിൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മെയിൻ ഏരിയ ആണ് കിച്ചൺ. സോ ഈ കിച്ചൺ അത്യാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പം പുറത്തൊരാൾ വരികയാണ്, നമ്മുടെ ഹോളിൽ ഒരാൾ വരികയാണ്, പോട്ടെ എവോ ഓടി കളിച്ച് എങ്ങോട്ട് പോയി നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കാണണം. അങ്ങനെ എൻ്റെ ഒരു വീട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യം ആഗ്രഹിച്ചതും ഞാൻ ചോദിച്ചതുമായ ഒരു കാര്യം നമുക്ക് ഓപ്പൺ കിച്ചൺ വെക്കാമെന്നാണ്. കാരണം ഓപ്പൺ കിച്ചൺ വെക്കുമ്പോൾ അത്രയും നീറ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അതല്ലാതെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കുട്ടികളുണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ചെയ്യുമ്പോഴൊക്കെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് ഒരു മൈൻഡിലാണ് ഞാൻ ഓപ്പൺ കിച്ചൺ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഓപ്പൺ കിച്ചൺ എൻ്റെ ആഗ്രഹപ്രകാരം ചെയ്തു തന്നു. അതിൽ നമ്മളിവിടെ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ അതുപോലെ കവേർഡ് ബോക്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഫുൾ കവേർഡ് ആയിട്ടുള്ള കവേർഡ് ബോക്സ് ഒന്നും ചെയ്തിട്ടില്ല. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കവേർഡ്സ് കൊടുത്തു. പിന്നെ ഇത് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പ്രൊഫൈൽ ലൈറ്റ് ആദ്യം നമ്മുടെ ഐഡിയയിലുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഫൈനൽ തലേ ദിവസം അടുത്തായിട്ടുള്ള ടൈമിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മളിവിടെ വാഷ് ഏരിയ ആണ്. ഇവിടെ വാഷ് ചെയ്യാനുള്ള ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിമ്മിനിയും കാര്യങ്ങളും നമ്മളിവിടെ ഒരു ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചിമ്മിനിയൊക്കെ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം അത്രയും സ്മെല്ല് നമുക്ക് എന്തായാലും ഹോളിലും കാര്യങ്ങൾക്ക് പോകും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് അലർജിയുള്ള തുമ്മൽ, ഇങ്ങനെ മസാലയൊക്കെ വെക്കുമ്പോൾ എനിക്ക് തുമ്മൽ വരുന്ന ആളാണ്. അപ്പം ഹസ്ബൻഡ് തന്നെയാണ് നിർബന്ധപ്രകാരം ചിമ്മിനി വെച്ചത്. അപ്പം നമുക്ക് സ്മെല്ല് എവിടെയും പോവാതെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അത് പുറത്തേക്ക് പോകാനായിട്ടൊക്കെ യൂസ് ചെയ്യും. എല്ലാം മിക്കവാറും ഓപ്പൺ കിച്ചൺ കോമൺ ആണ്, പക്ഷെ നമ്മളൊരു ഓപ്പൺ വർക്ക് ഏരിയ എന്നൊക്കെ പറയാം. ഇവിടെ കുറച്ച് ഗ്യാപ്പ്. ഇതും ഷാജിപ്പയുടെ ഐഡിയ ആണ്. ഷാജിപ്പയാണ് ഇത് ചെയ്തത്. ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്ലോസ് ചെയ്തില്ല. അത് ഇങ്ങനെ ഒരു രീതിയിൽ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തകർപ്പിനോട് പറഞ്ഞ് അങ്ങനെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്പൺ വർക്ക് ഏരിയ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ അപ്പം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ വന്ന് സെറ്റിലാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടെല്ലാം ഇത്തിരി മെസ്സി ആയിട്ട് കിടക്കുകയാണ്. നമ്മളത് പിന്നീടത്തേക്ക് ഇത് സെറ്റ് ആക്കി ഒന്ന് ഒതുക്കിയൊക്കെ സെറ്റ് ആക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പം കിച്ചന്റെ ടൂർ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് മുകളിലത്തെ നിലയിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. സോ ഇങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് വരുന്നത്. ഇതിപ്പം ഈ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കുറച്ച് ഇത് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ലൈറ്റ്സ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആംബിയൻസ് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മളുടെ പുറത്തേക്കുള്ളവർക്ക് തുണി അടയ്ക്കാനും വിരിക്കാനും ഒക്കെ ഉള്ള സൗകര്യമാണ്. ഒരു ഓപ്പൺ ടെറസ് ആണ്. ഒരു ഓപ്പൺ ടെറസ് ആണ്. ഓപ്പൺ ടെറസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ മുകളിലേക്ക് പോകുന്നതിനും ഇവിടെ ഒരു പിന്നെ നമ്മൾ പുറത്തേക്ക്, അതായത് ഏറ്റവും മുകളിലത്തെ ടെറസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു GA പൈപ്പിൻ്റെ ഒരു സ്റ്റെയറും ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഓപ്പൺ ടെറസിൽ നിന്ന് നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹോളാണ്. ഹോളായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ചെയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇരിക്കുന്ന ഒരു ഹോളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ തന്നെ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ മുകളിലത്തെ ബെഡ്റൂമാണ്. സെയിം സൈസും കാര്യങ്ങളുമാണ് വരുന്നത്. ഇവിടെ നമ്മൾ സെന്ററിൽ ഒരു കട്ടില് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പാരന്റ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് യൂസ്
സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിനെ പോലെ തന്നെ നമുക്ക് ബാത്റൂമും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത് ബാത്റൂമും. ഇത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ബാത്റൂമാണ് വെച്ചിരിക്കുന്നത്. വീടിന്റെ 3rd ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ചെറിയ ബെഡ്റൂമാണ്, അത്യാവശ്യം നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ കട്ടിലോ അങ്ങനെയൊന്നും ബെഡൊന്നും അറിയിച്ചിട്ടല്ല. കാരണം നമുക്ക് യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 റൂംസ് ഒക്കെ മതിയാവും. അപ്പോൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടെ ഒരു ബാത്റൂമും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ബാത്റൂമും വെച്ചിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു സ്പോട്ട് ഉണ്ട്. എല്ലാം ഫേവറേറ്റ് ആണ്, പക്ഷേ ഒരു ഫേവറേറ്റ് സ്പോട്ട് കൂടി ഉണ്ട്. നമ്മുടെ ബാൽക്കണി കാണിക്കാൻ. സത്യം പറഞ്ഞാൽ ഇവിടെ ബാൽക്കണിയിൽ നിന്ന് നല്ല തണുപ്പാണ്, നല്ല സുഖമാണ്. ഞങ്ങൾ പലപ്പോഴും വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ. നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ബാൽക്കണി ഏരിയ. സോ നമ്മുടെ ബാൽക്കണി ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് പ്ലാൻ ഉണ്ട്, ഇല്ല അങ്ങനെ പറയാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെയർ, ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരുന്ന് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നല്ല കാമൺ ക്വയറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്ന സ്ഥലം. അതുപോലെ നമ്മൾ താഴത്തെ എല്ലാ ടെക്സ്ചർ വർക്കും ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടുത്തെ വാളും വിട്ടില്ല. ഇവിടെയും നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തു. ഇതും ചെയ്തത് ഹസ്ബൻഡ് തന്നെയാണ്. അതും നമ്മൾ ഗ്രേയും വൈറ്റും കോമ്പിനേഷനിലുള്ള ടെക്സ്റ്റ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോത്തിലും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനപ്പോഴത്തേക്ക് ഈ വീടിൻ്റെ ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയപ്പോൾ കിട്ടിയത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഹോം ടൂർ. ഒരുപാട് ആഗ്രഹിച്ച് ഇതിന് മാത്രം ഒരുപാട് നാളുകൾ കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെല്ലാം സഫലമാക്കി എടുക്കുകയാണ്. ഞങ്ങളുടെ ആഗ്രഹം, അതായത് ഡ്രീം ഹോം, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഡ്രീം ഹോം നമ്മൾ എന്താ പറയുക, പണിത് ഇത്രയാക്കി പറയാൻ നമുക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ജനുവരിയിലാണ് നമ്മുടെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. കാരണം നിമിഷങ്ങൾ കൊണ്ട് കണ്ണടച്ച് തുറന്നപ്പോൾ ഒരു വീടാവുക എന്ന് പറയുന്നത് എന്താ പറയുക, അതും ബഡ്ജറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതുകൊണ്ട് പാരൻസ് സപ്പോർട്ട് ചെയ്തു, എല്ലാവരുടെ പ്രേയേഴ്സ് ഉണ്ടായിരുന്നു. അതിനൊക്കെ എല്ലാവരോടും ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ വീട് പണിയാൻ ഉണ്ടായിരുന്ന എല്ലാ പണി ചെയ്ത എല്ലാ ജോലിക്കാരും, അതുപോലെ തന്നെ നമ്മുടെ പാരൻസ്, എല്ലാ ഫുൾ സപ്പോർട്ടും നമ്മുടെ കൂടെ നമ്മുടെ പാരൻസ്, എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിലും എല്ലാവർക്കും നമ്മൾ നന്ദി അർപ്പിക്കുകയാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ബൈ.